ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റിനെ കുറിച്ചാണ്. അത് ഇപ്പം മിക്കവാറും എല്ലാവർക്കും അറിയാം. പണ്ട് മുതലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കായാമ്പൂ. ചില കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ്. ഇത് വർഷത്തിലൊരിക്കലേ ഇത് പൂവിടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ്. ആരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കളറാണ് അതിനുള്ളത്. അതായത് നമ്മുടെ കൃഷ്ണൻ്റെ ആ കായാമ്പൂ വർണ്ണൻ എന്നുള്ള ആ ഒരു കളറാണ് ഇത് നിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ മലമുകളിലും കുന്നും പുറത്തുമൊക്കെ ഇതുണ്ടായിരുന്നു. മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഇത് തടയാൻ വേണ്ടി ഈ മരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വേരുകൾക്ക് അത്രയ്ക്ക് ബലമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ പോയി, എല്ലാം പോയി, പ്ലാന്റും പോയി, എല്ലാം പോയി. അങ്ങനെ ഭയങ്കര വംശനാശം വന്ന് പ്ലാന്റേ ഇല്ലാതായി. എൻ്റെ ചെറിയൊരു റെയർ പീസ് ചെറുതായിട്ടുണ്ട്. ചെറിയൊരു പ്ലാന്റാണ്. വർഷത്തിലൊരിക്കൽ പോകുന്നത്. ഈ പ്രാവശ്യം അത് പൂത്തിട്ടുണ്ട്. അതിൻ്റെ അത് കാണിച്ചു തരാം. അതിൻ്റെ രസമൊന്ന് നമുക്ക് കണ്ടോ? ഇതിൻ്റെ ഫ്ലവർ കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ കളർ, ഈ കളറിനെ വെച്ചിട്ടാണ് നമ്മൾ കായാമ്പൂ വർണ്ണൻ നമ്മുടെ കൃഷ്ണനെ പറഞ്ഞുള്ള പാട്ടും കവിതയൊക്കെ വന്നിട്ടുള്ളത്. പല കവികൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയേക്കുന്നത്. ഇതാണ് ആ പ്ലാന്റ്. വളരെ ചെറിയൊരു പോട്ടിലാണ് ഞാൻ നട്ടേക്കുന്നത്. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ മരമാവും. ഇത് ചെറിയ പോട്ടിലായതുകൊണ്ട് ഇതിൻ്റെ ഗ്രോത്തൊക്കെ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഒതുക്കി നിൽക്കുക. അപ്പം ഇത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ വലിയ മലകളുടെ മുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വേരുകളൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് മണ്ണിടിച്ചിലും ഒക്കെ ഒഴിവായിരുന്നത്. അന്നത്തെ കാലത്ത് പ്രകൃതിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പോയി, എല്ലാം നിരപ്പായി, പ്ലാന്റും പോയി, എല്ലാം പോയി, ഇങ്ങനായി. അപ്പം ഇത് നല്ലൊരു ഇതാണ്. പിന്നെ ഒരുപാട് മെഡിസിനൽ ഗുണങ്ങളുണ്ട്, ഔഷധ ഗുണങ്ങൾ. ഇതിൻ്റെ വേരും ഇലയും എല്ലാം. ഇതിൻ്റെ ഓരോ ഇല നിത്യയൗവനം കാക്കാൻ വേണ്ടി പണ്ട് ആരൊക്കെ ഭക്ഷിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാനത് കഴിച്ചിട്ടുമില്ല. പക്ഷെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പം ഇതാണ് കായാമ്പൂ. എവിടെയെങ്കിലും ഇതുപോലൊരു ചെറിയ പ്ലാന്റൊക്കെ കാണുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക. കാരണം അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന കാണാൻ. വർഷത്തിലൊരിക്കലേ ഉള്ളത്. എപ്പോഴും ഇതിൻ്റെ പൂ കിട്ടത്തില്ല. ശരി, അപ്പോൾ ഓക്കെ.